ഹായ് ഓൾ, എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമുക്കൊരു 5 മീഡിയം സൈസുള്ള പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. നമ്മളിപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ വേണം അരിയാൻ. ഇതിന് നമുക്കൊരു 3-4 വട്ടം കഴുകിയെടുക്കണം. കാരണം എന്നാൽ മാത്രമേ ഇതിനുള്ള സ്റ്റാർച്ച് മൊത്തം പോകത്തുള്ളൂ. കുറേ വട്ടം കഴുകിയാൽ മാത്രമേ അത് പോകത്തുള്ളൂ. ഇല്ല, ഇതിങ്ങനെ തന്നെ നമ്മൾ വറുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്പി ആയിട്ടിരിക്കത്തില്ല. അപ്പോൾ ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു 3-4 വട്ടം കഴുകി എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ആവശ്യത്തിനുള്ള ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് ഒറ്റ തള മാത്രം മതി. അതാകുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് നോക്കാം. ഈ ഒരു കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്ക് ആണ് നമ്മൾ മാറ്റേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഊറ്റി വെക്കാം. നന്നായിട്ട് വെള്ളം മൊത്തം പറ്റണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇതിൽ വെള്ളം മൊത്തം പറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു അരമണിക്കൂറോളം ഇങ്ങനെ വെച്ചിരുന്നു. അതുകൊണ്ട് വെള്ളം നന്നായിട്ട് മൊത്തം പോയിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് വെള്ളം മൊത്തം പറ്റിച്ച് ഒപ്പിയെടുക്കണം മൊത്തം. ഇതിനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരത്തുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കത് ഫ്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത് നമുക്ക് കുറച്ച് നേരം വയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് തണുത്തിട്ടുണ്ട്. നമുക്കിതിനെയും പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയാവും.
ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ.